പിന്നെ 3 രൂപ കുറയുന്നത് ബെറ്ററാണ്. എല്ലാ പമ്പുകാരും ഇങ്ങനെ കുറയ്ക്കണം. മൈലേജും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പെട്രോൾ പമ്പിൽ ഈ 3 രൂപ കുറവ് വേണമായിരുന്നു. എല്ലായിടും വന്നു കഴിഞ്ഞാൽ ഒരു സുഖമായി. ലാഭം തന്നെ. 5 രൂപയേ ഉള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ സിറ്റിയിലെ അനുസരിച്ച് 3 രൂപ കുറഞ്ഞ് കിട്ടുമ്പം സാധാരണക്കാരൻ്റെ വലിയ ആശ്വാസമല്ലേ? മറ്റ് പമ്പുകളിൽ പക്ഷേ ഇതില്ല. മറ്റു പമ്പുകളില്ല, സാധാരണ പഴയ വില തന്നെ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. BJP അധികാരത്തിൽ വരുമ്പോൾ 78,000 കോടി രൂപയായിരുന്നു ഇന്ധന നികുതി ഇനത്തിൽ നികുതി വരുമാനം. 2020-21 അത് 2.23 ലക്ഷം കോടി രൂപയായി ഉയർന്നു. 2014 മുതൽ 2021 വരെ BJP സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ 15 ലക്ഷം കോടി രൂപയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിയിലൂടെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ചെറുതായൊന്ന് നികുതി കുറച്ചു. 2 രൂപ പെട്രോളിന്റെ നികുതി കുറച്ചു. എന്നാൽ ഏപ്രിൽ 14 ശേഷം ക്രൂഡ് ഓയിൽ വില വല്ലാതെ താഴേക്ക് പോന്നു. എണ്ണ കമ്പനികൾ പെട്രോൾ വില കുറയ്ക്കുന്നില്ല, കൊള്ളലാഭം അവർ അടിച്ചെടുക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിൽ 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി പെട്രോൾ ഡീസൽ വിൽപ്പനയിലൂടെ കിട്ടിയത് 57,051.87 കോടി രൂപ അറ്റാദായം. ക്രൂഡ് ഓയിൽ വിലയിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടും 2022 ഏപ്രിൽ മുതൽ ഇന്ധനവിലയിൽ കാര്യമായ കുറവ് വരുത്തുന്നില്ല. വില നിർണ്ണയത്തിൽ സമഗ്രമായ അവലോകനം നടത്തി 5 രൂപ മുതൽ 10 രൂപ വരെ ലിറ്ററിന് കുറയ്ക്കുമെന്നായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത്. 3 പൊതുമേഖലാ എണ്ണ കമ്പനികളും അറ്റാദായത്തിൽ വലിയ ലാഭം കൊയ്യുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഭാവിയിൽ കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാൽ 10 രൂപ വരെ ലിറ്ററിന് കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇവിടെയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇപ്പോൾ പൂർണ്ണമായും വെട്ടിലായി നിൽക്കുന്നത്. സ്വകാര്യ എണ്ണ വിതരണ കമ്പനികൾ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപ വരെ ഡിസ്കൗണ്ട് ഓഫർ പ്രഖ്യാപിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സ്വകാര്യ കമ്പനികളുടെ ഓഫർ മൂലം പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ പെട്രോൾ പമ്പുകളുടെ വിപണി വിഹിതം ഇടിച്ചുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ വലിയ മത്സരം നേരിടുന്നത്. സ്വകാര്യ കമ്പനികളുമായി പിടിച്ചു നിൽക്കണമെങ്കിൽ ലിറ്ററിന് 5 രൂപ വരെ വില കുറയ്ക്കണമെന്ന് പമ്പുടമകൾ പറയുന്നു. അല്ലാതെ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുക എളുപ്പമല്ല. ഇപ്പോൾ രാജ്യത്ത് 90% വരെ പെട്രോൾ പമ്പുകൾ കൈയടക്കി വെച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. രാജ്യത്ത് 10 മുതൽ 15% വരെ സ്വകാര്യ മേഖലയിൽ പെട്രോൾ പമ്പുകളുണ്ട്. വിപണി വിഹിതം അവർക്ക് ലഭിച്ചിരുന്നത് 10% മുതൽ 15% വരെ. എന്നാൽ ഓഫറുകൾ പ്രഖ്യാപിച്ചതോടെ സ്വകാര്യ എണ്ണ കമ്പനികൾ നടത്തുന്ന പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ വലിയ ക്യൂവാണ് വാഹനങ്ങളുടെ. സ്വകാര്യ കമ്പനികളായ റിലയൻസ്, BP, നയാര എന്നിവയാണ് പെട്രോളിനും ഡീസലിനുമൊക്കെ ലിറ്ററിന് 3 മുതൽ 5 രൂപ വരെ ഡിസ്കൗണ്ട് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹാപ്പി അവേഴ്സ് ഡിസ്കൗണ്ട് എന്ന പേരിലാണ് ഇത്തരം ഓഫറുകൾ അവർ വലിയ പ്രാധാന്യം നൽകി മാർക്കറ്റ് ചെയ്യുന്നത്. രാജ്യത്ത് പല സ്ഥലങ്ങളിലും വിപണി വിഹിതത്തിൽ 50% വരെ നഷ്ടമായി എന്ന് പൊതുമേഖലാ കമ്പനികളുടെ പെട്രോളിയം ഡീലർമാർ പറയുന്നു. എന്താണ് ഈ 3 രൂപ കുറച്ച് കൊടുക്കാനുള്ള രഹസ്യം എന്താണ്? ഇത് നമ്മുടെ ഹാപ്പി ഹൗസ് എന്നുള്ളൊരു ഇതാണ് നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുള്ളൊരു ഓഫറാണ്. അപ്പോൾ ഓഫർ നേരത്തെ ഡീസലിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡീസലിൻ്റെത് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ വന്ന് നമ്മുടെ പെട്രോളിന് വേണ്ടി മറ്റുള്ളിടത്തൊക്കെ എന്ന് പറഞ്ഞത് നമ്മൾ 109 രൂപ നമ്മുടെ പ്രീമിയം പെട്രോൾ, സെയിം പെട്രോൾ തന്നെയാണ് ഇവിടെ ഇപ്പോഴും നമ്മൾ നോർമൽ പെട്രോളായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ മറ്റു വണ്ടികളിലൊക്കെ നമ്മൾ മൈലേജ് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ 150 രൂപയുടെ പെട്രോൾ അടിക്കാറുണ്ട്. പക്ഷേ ആ പെട്രോള് ഇവിടെ നമ്മൾ 107-നും 104-നും കൊടുക്കുന്നു. അതെ, അതായത് ഇപ്പം ഇവിടെ പലരും നമ്മൾ എടുത്തപ്പോൾ അവർ പറയുന്നൊരു കാര്യം, നല്ല മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് ആ പ്രീമിയം ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് മൈലേജ് എത്ര വരുന്നത്, അത് അങ്ങനെയാണോ? അതെ. നമ്മുടെ അതായത് നമ്മുടെ എന്താ പറയുക, എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ പെട്രോൾ പമ്പിൽ HP-യിലായാലും മറ്റേത് കമ്പനികളിൽ പോയാലും നമ്മൾ പ്രീമിയം ഒന്നും പറഞ്ഞ് നമ്മൾ അടിക്കത്തില്ലേ, സെയിം അതേ സാധനമാണ് നമ്മളിവിടെ നോർമൽ പെട്രോളായിട്ട് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ മൈലേജിൻ്റെ കാരണം. ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് നമുക്കത് സവാഷ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കാരണം അവർ പറയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മൈലേജ് കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ അടിച്ചു തുടങ്ങിയപ്പോൾ അവർക്കത് കറക്റ്റായി മൈലേജ് കിട്ടുന്നുണ്ട്. അത് കാരണം പുറത്തുനിന്നുള്ളവർ പോലും ഇവിടെ വന്നാണ് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലെ പെട്രോൾ പമ്പ് ഉടമകൾ ഇപ്പോൾ രംഗത്തെത്തി.
രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഡൽഹി, പഞ്ചാബ്, ബീഹാർ എന്നിവിടങ്ങളിലൊക്കെ പമ്പുടമകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഹാപ്പി അവേഴ്സ് ഓഫർ പ്രകാരം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇന്ധനം നിറയ്ക്കുന്നവർക്ക് പെട്രോളിന് ലിറ്ററിന് 3 രൂപ വീതം ഡിസ്കൗണ്ട് എന്നതാണ് ജിയോ ബിപിയുടെ പ്രഖ്യാപനം. മിനിമം 1000 രൂപയ്ക്ക് ഇന്ധനം നിറച്ചാൽ പരമാവധി 5 രൂപ വരെ ഒരു ലിറ്ററിന് ഡിസ്കൗണ്ട് വാഗ്ദാനവുമുണ്ട്. സംഗതി പൊടിപൂരം. രാജ്യത്താകെ 90,639 പെട്രോൾ പമ്പുകളുണ്ട് എന്നതാണ് കണക്ക്. ഇതിൽ 90% പൊതുമേഖലാ എണ്ണ കമ്പനികളുടേത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഈ മേഖലയിലേക്കാണ് ഇപ്പോൾ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിക്കാർ രംഗത്തെത്തിയത്. ഡിസ്കൗണ്ട് ഓഫറുകളോടെ അവർ മാർക്കറ്റ് പിടിച്ചെടുക്കുമെന്ന ഭയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന പമ്പുടമകൾക്കുമുണ്ട്. ഇന്ത്യയിൽ ദിവസവും ശരാശരി 7 കോടിയിലധികം ആളുകളാണ് പെട്രോൾ പമ്പുകളിലെത്തുന്നത്. ആകെ ജനസംഖ്യയുമായി തുലനം ചെയ്യുമ്പോൾ ഇത് വലിയ ഒരു സംഖ്യയാണ്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ അവസാനമായൊരു മാറ്റമുണ്ടായത്. അന്നു മുതൽ ലിറ്ററിന് 5 മുതൽ 10 രൂപ വരെ കുറവ് വരും എന്ന പ്രതീക്ഷയിലുമാണ് ഇന്ത്യയിലെ ജനങ്ങൾ. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ ബാരലിന് വെറും $69.78. ബ്രെന്റ് ക്രൂഡ് വില $73.22. കഴിഞ്ഞ വാരം 3 ദിവസത്തിനിടെ 5% വരെ വിലയിടിഞ്ഞിരുന്നു. ഇപ്പോൾ മെല്ലെ കയറി. 2025-ൽ ക്രൂഡ് ഓയിൽ വില വൻതോതിൽ ഇടിയുമെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ. വലിയ തോതിൽ ഡിമാൻഡ് കുറയുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സൗദിയും റഷ്യയും നയിക്കുന്ന ഒപെക് പ്ലസ് കൂട്ടായ്മയുടെ വിലയിരുത്തൽ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വില കുറയുമെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായ US-ഉം ചൈനയുമൊക്കെ ഇറക്കുമതി ഡിമാൻഡ് കുറയ്ക്കും എന്നതാണ് ഇതിന്റെ മുഖ്യ കാരണം. 2024-ൽ ക്രൂഡ് ഓയിലിന്റെ ശരാശരി വില ബാരലിന് $80 ആയിരുന്നു. ആ വിലയിൽ നിന്നാണ് ഇപ്പോൾ വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നത്. 2025-ൽ ഇത് $70 താഴും എന്നാണ് ഫീച്ച് പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ പറയുന്നത്. അടുത്ത വർഷമെങ്കിലും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തയ്യാറാകുമോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. ഉപഭോക്താക്കളെ തികച്ചും കൊള്ളയടിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് എണ്ണക്കമ്പനികൾ ഇപ്പോഴും തുടരുന്നത്. എല്ലായിടത്തെക്കാട്ടി പെട്രോളും കുഴപ്പമില്ല, നല്ല പെട്രോളാണ്. മൈലേജും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പെട്രോൾ പമ്പിൽ 3 രൂപ കുറവ് വേണമായിരുന്നു. എല്ലായിടും വന്നു കഴിഞ്ഞാൽ ഒരു സുഖമായി. വില ഇപ്പോഴത്തെ പെട്രോളിന്റെ മൈലേജിന്റെ ഇതിന് വില കുറവാണ്, നല്ലതാണ്. എത്ര നാളെ ചേട്ടൻ ഇവിടെ പെട്രോൾ അടിക്കുന്നുണ്ട്? ഞാൻ ഇത് തുടങ്ങി 2 തൊട്ട് അടിക്കുന്നുണ്ട്. ലാഭമാണ്. ഡെയിലി പോയിട്ട് വരുന്നതിന് നമുക്ക് ഇതാണ് ലാഭം തന്നെ. 5 രൂപയേ ഉള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ സിറ്റിയിലെ അനുസരിച്ച് 3 രൂപ കുറഞ്ഞ് കിട്ടുമ്പോൾ സാധാരണക്കാരൻ്റെ വലിയ ആശ്വാസമല്ലേ? മറ്റ് പമ്പുകളിൽ പക്ഷേ ഇതില്ല. മറ്റു പമ്പുകളിലില്ല, സാധാരണ പഴയ വില തന്നെ ആണ്. സർക്കാരിന്റെ ഇല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള പമ്പുകൾ ഇപ്പോൾ ഇല്ലാത്തത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇവിടെ ഒരു 3 രൂപ പെട്രോളിന് വിലക്കുറവുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ഒരു ഓഫറായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റു പമ്പുകളിൽ സത്യത്തിൽ ഇത് വേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും വേണ്ട കാര്യമാണ്. നമ്മൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ചൊരു 3 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ, പിന്നെ 3 രൂപ കുറയുന്നത് ബെറ്ററാണ്. എല്ലാ പമ്പുകാരും ഇങ്ങനെ കുറയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ഈ പ്രൈവറ്റ് പമ്പുകൾ മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. സ്വകാര്യ പമ്പുകളോടെ കുറച്ചിരുന്നെങ്കിൽ ബെറ്ററായിരുന്നു, ലാഭമായിരുന്നു. എല്ലാവർക്കും ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരു ലാഭമായിരുന്നു. എല്ലാവരും ഇത് കുറയ്ക്കണമല്ലോ. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോഴും തമിഴ്നാട് റേറ്റ് ഇപ്പോഴും ഇവിടുത്തെ റേറ്റ് ഇപ്പോൾ സെയിം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ പെട്രോൾ അടിക്കാൻ എത്തുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് മേഖല ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ചേട്ടൻ ഡെയിലി അടിക്കാറുണ്ടോ? ഡെയിലി ഇവിടെ തന്നെ അടിക്കുന്നത്. ജിയോ ബിപിയും നയാരിയും ലിറ്ററിന് 10 മുതൽ 15 രൂപ വരെ ലാഭമാർജിൻ നേടുന്നുവെന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ അവർ രാജ്യവ്യാപകമായി ഇപ്പോൾ വിതരണ ശൃംഖല വളർത്തുന്ന തിരക്കിലുമാണ്. സ്വകാര്യ മേഖലയോട് ഏറ്റുമുട്ടേണ്ട അനിവാര്യ കാലഘട്ടത്തിലാണ് തങ്ങളെന്ന് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന പമ്പുടമകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ വില കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. പെട്രോൾ ഡീസൽ വില തന്നെയാണ് ഇന്ത്യയിലെ വ്യവസായികളുടെ മുഖ്യ പ്രശ്നവും. ഏതെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിൽ ചെന്നവസാനിക്കും. ഈ പെട്രോൾ ഡീസൽ വില ഒന്ന് കുറച്ചിരുന്നു എങ്കിൽ വിലക്കയറ്റമെങ്കിലും രാജ്യത്ത് ഒന്ന് സ്വസ്ഥമായേനെ. എന്തിനാണിങ്ങനെ ജനങ്ങളെ കുത്തിപ്പിഴിയുന്നത്? കേരളത്തിലും സ്വകാര്യ പമ്പുകളിൽ ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ തന്നെ പലതും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.